നമസ്കാരം. ഞാനിപ്പോൾ ഈ വിഷയത്തിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളും ഒരു കാര്യത്തിനും സാക്ഷി പറയാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാലം അങ്ങനെയായി പോയി. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഒരു സത്യസന്ധമായ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിനെ കുറിച്ച് ഒരു ദൃക്സാക്ഷി പറയാനായിട്ട് ആരും ധൈര്യപ്പെടുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഫാമിലിയും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളുമായി മാറി. അങ്ങനെ അല്ലാതെ പറ്റില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ബാങ്കിൽ കയറി ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ബാങ്കിൽ കയറി ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആക്രമിക്കുകയൊക്കെ ഉണ്ടായി. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എത്രയോ വേദനാജനകമായ ഒരു സംഭവമാണ്. കാരണം ഒരു ബാങ്ക്, അതായത് SBIയുടെ ഒരു ബാങ്കിൽ കയറി ആ ബാങ്ക് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ഒരു ബാങ്ക് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക്, ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും വേണമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കയറിയിട്ട് ഒരു ആക്രമണം നടത്തുക, കത്തി ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തുക, അപ്പോൾ സ്റ്റാഫ് ഇരിക്കുന്ന ഭാഗങ്ങളിലേക്ക് കയറി ചെന്ന് ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ലോകത്തിൻ്റെ പോക്ക്, ഈ നാടിൻ്റെ പോക്ക് എവിടേക്കാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരാഴ്ചയായിട്ട് അഫാൻ്റെ കേസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു ഷോക്ക് കൂടുതലുണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാൽ 5 പേരെ മർദ്ദിച്ചത് കൊണ്ട് നമുക്കത് ഭയങ്കര ഒരു ഷോക്കായിട്ടുള്ള ഒരു ന്യൂസായിട്ട് മാറിയത്. അതിന് ശേഷം നോക്കി, ഡെയിലി എന്ന് പറയുന്നത് പോലെ എന്നും ഡെയിലി ആയിട്ട് വെറും വെട്ടിക്കൊന്നതും കൊലപ്പെടുത്തിയതുമായിട്ടുള്ള ഒരുപാട് ന്യൂസുകളാണ് വരുന്നത്. കാമുകിയുടെ സഹോദരനെ വെട്ടിക്കൊല്ലുന്നു, അച്ഛനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ വിഷയങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വിഷയങ്ങൾ വരുന്നത് തടയണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് ഇതിൽ ഇടപെടുന്നുണ്ട്. കാരണം ഈ മദ്യത്തിനെതിരെയും ലഹരിക്കെതിരെയും എല്ലാ ചാനലുകളും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ടെങ്കിലും അതിനും മേലെയാണ് ഇപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ചെറിയ കുട്ടികളിൽ മുതൽ വലിയ ആളുകളിൽ വരെ ഈ മദ്യത്തിൻ്റെയും ഈ കഞ്ചാവ് MDM അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മെൻ്റലി ഇവർക്കുള്ള മൈൻഡ് മാറിയിട്ട് ചെയ്യണതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര കഷ്ടമാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ. നമുക്ക് ഭയങ്കര വിഷമം തോന്നും. എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആ കുടുംബത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്ത് അവസാനിപ്പിക്കേണ്ട കാര്യങ്ങൾ അത് പുറത്തേക്ക് വെളിയിൽ വന്നിട്ട് അത് ഇവരുടെ ഓഫീസിൽ കയറിയുള്ള വെട്ട്, കൊല അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിയത്. ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കുടുംബത്തെ എങ്ങനെയെങ്കിലും അത് പരിഹരിക്കുക എന്നല്ലാതെ ഭൂതി പെരുപ്പിച്ച് ഒന്നും നമുക്ക് നേടാനില്ല. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. അതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് പോലീസ് ഇനി അതിൻ്റെ വിശദമായ വിവരങ്ങളിലൂടെ അത് കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള പോലീസിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കേരളക്കാരാണല്ലോ. കേരളക്കാർ, മലയാളികൾ എന്ന് പറയുന്നത് എവിടെ പോയാലും ഏതിൻ്റെയും ഒന്നാം സ്ഥാനത്ത് എത്തുകയും അതിൽ ഏറ്റവും കുരുട്ടുബുദ്ധിയായിട്ടുള്ള, ഏറ്റവും വളഞ്ഞ ബുദ്ധി പോലും ഉപയോഗിക്കാനുള്ള, വളഞ്ഞ ബുദ്ധി എന്ന് പറയുമ്പോൾ അതൊരു പൊട്ട സംഭവമായിട്ടല്ലേ പറയുന്നത്, എന്തിനും കുറുക്ക് ബുദ്ധി എന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു സംഭവമുള്ള ഒരു ടീമാണ് നമ്മുടെ ബറ്റാലിയൻ പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരതിൻ്റെ വിശദമായ അന്വേഷണം കണ്ടുപിടിക്കും. അത് വേറൊരു വശം. എന്നിരുന്നാലും ലോകം അതിൻ്റെ മേലെയുള്ള പ്രശ്നങ്ങളിലേക്ക് മാത്രമായിട്ട് പോകുന്നു. അപ്പോൾ ഇതിനെതിരെ, ഇങ്ങനൊരു സംഭവത്തിനെതിരെ ദൃക്സാക്ഷി പറയാനോ അല്ലെങ്കിൽ അതിലൊരു ഇതിങ്ങനെയാണ് ഉണ്ടായെന്ന് പറയാനോ ധൈര്യപ്പെടാത്ത ഒരു ലോകമായി മാറി. കാരണം പ്രിൻസിപ്പിള് പോലും കുട്ടികളെ ഉപദേശിച്ച് കഴിഞ്ഞാൽ ചൂണ്ടി വിരലെടുത്തിട്ട്
അതിനെ ഞാൻ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാം എന്ന് പറയുന്ന ലോകമാണ് ഇപ്പോൾ. പിന്നെയുണ്ടോ? അതായത് മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ ഈ സാധാരണക്കാരായ ഈ ഇങ്ങനെ ജീവിക്കുന്ന നമ്മൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള കാര്യങ്ങളാകട്ടെ. കാരണം കുടുംബ പ്രശ്നങ്ങളായാലും എന്ത് പ്രശ്നങ്ങളായാലും നമ്മുടെ കുടുംബങ്ങളിൽ ഒതുങ്ങിക്കൂടി ആ വിഷയങ്ങൾ തീർന്നു പോവുകയാണെങ്കിൽ നല്ലത്. പിന്നെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പറഞ്ഞു വരുത്തിയിട്ടും അല്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ വിഷമങ്ങൾ ഞാൻ പറയുന്നത് സത്യം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അത് എന്ത് തന്നെയായാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയും, സത്യം എന്നൊരു സാധനം നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഫലം കാണും. ഇപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളിലും ഭാര്യ ചെയ്ത തെറ്റുകൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഈ ഭർത്താവ് ചെയ്തതാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള മാനസിക അവസ്ഥ അത് ഇനിയുള്ള വരും ദിവസങ്ങളിൽ അതിൻ്റെ കേസ് സംബന്ധമായ കാര്യങ്ങൾ നടക്കുമ്പോഴായിരിക്കും അറിയാം. ഇപ്പോൾ അഫാൻ്റെ കേസ് പറഞ്ഞപ്പോഴും എന്തുണ്ടായത്, അഫാനിന് ആൾക്കാർ നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ നമ്മളൊക്കെ പേഴ്സണലായിട്ടൊക്കെ അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അഫാൻ എങ്ങനെ ഈ ലെവലിലേക്ക് ആയി എന്ന് പറഞ്ഞാൽ അഫാനെ സപ്പോർട്ട് പോലെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് മനസ്സിൽ. അതായത് ഈ എല്ലാ കടങ്ങളും എൻ്റെ തലയിലായതുകൊണ്ട് വരുമോ എന്നുള്ള ചെറുപ്പക്കാരൻ്റെ ചിന്ത മാറി മാനസിക നില തെറ്റിയിട്ടാവും അവൻ ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരെ അഭിപ്രായങ്ങളാണ് കേട്ടോ, അങ്ങനെയാണെന്നൊന്നുമില്ല. പിന്നെ വാപ്പ അറിയാണ്ട് ഇത്രയും കാലം ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചു. അപ്പോൾ ഉമ്മയുടെ ഒരു പ്രശ്നം, പ്രഷർ. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് പൊറുക്ക് എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ചുറ്റിക്കൊണ്ട് അടിച്ചു, കഴുത്തിൽ പിടിച്ചു എന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകളൊക്കെയാണ് പറയപ്പെടുന്നതൊക്കെ, കേൾക്കുന്നതൊക്കെ, അങ്ങനെയൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നതൊക്കെ. അപ്പോൾ അതിലവരുടെ ഉപ്പയുടെ വിഷമങ്ങൾ. അപ്പോൾ കഥകൾ ഇങ്ങനെ അവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഒരു മണിക്കൂർ കണക്കിന് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വശം എന്ന് പറയുന്നത് ഓരോരോ വിഷയങ്ങൾ ഉണ്ടാവാൻ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരുത്തർ ഉപയോഗമാകാം, അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള ഫാമിലിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്ത ഓരോ വിഷയങ്ങളാവും. ഇതൊക്കെ നല്ലൊരു കൗൺസിലിംഗ് ചെയ്തിട്ടോ നല്ല ഒരു 10 പേര് അല്ലെങ്കിൽ നമ്മൾ തന്നെ മാനസികമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഉത്തരം ഓരോരുത്തരുടെ കയ്യിലുണ്ടാവും. നമ്മൾ ചെയ്യാനുള്ള, എനിക്ക് ഒരു മെസ്സേജ് പറയാം, നമ്മൾ ചെയ്യാനുള്ള കടമ സത്യസന്ധമായിട്ട് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നേരെ 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 വന്നുകൊണ്ടിരിക്കും. അതായത് നേരെ നേരെ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.